ഹായ് ഫ്രം മോട്ടി ടോക്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളും ഞാനും സേവ് ചെയ്ത 2400 പക്ഷേ എന്റേത് 2445 1600 ആയപ്പോൾ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അത് ഗ്രോ ചെയ്തത്. ഞാനത് മുഴുവൻ ഇട്ടിരുന്നെങ്കിൽ അതും ഗ്രോ ആയേനെ. പക്ഷെ നമുക്ക് ആദ്യം അത് കാണിച്ചു തന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാൻ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി അത് തുടങ്ങാൻ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ടും. ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡിമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, തിരിച്ച് അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് ചില നിബന്ധനകളുണ്ടെന്നുള്ളൂ. ഈ ടൈമിലേ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 4 മണിക്ക് മുമ്പ് ചെയ്യാം, എന്നാൽ രാത്രി തന്നെ കയറും, അങ്ങനെയുള്ള നിബന്ധനകളുണ്ടെന്നുള്ളൂ. പക്ഷേ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഒരു ഇതും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിലൊക്കെ പൈസ പോയ ഒരുപാട് പേരുണ്ട്, ഷെയർ മാർക്കറ്റിലും പൈസ പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാത്രം എടുക്കുമ്പോൾ നമ്മുടെ ക്യാഷൊന്നും അങ്ങനെ അധികം നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നല്ല, ലോങ് ടൈമിലേക്ക് നഷ്ടപ്പെടുകയില്ല, ഗ്രോ മാത്രം. അതാണ് ഷെയർ മാർക്കറ്റിന്റെ പ്രത്യേകത. കാരണം ഇത്രയും നാളത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, കൊറോണയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, കൊറോണ ടൈമിൽ 6000 പോയിന്റിലായിരുന്നു നിന്നിരുന്നത് നിഫ്റ്റി. ഇപ്പോൾ അത് 23,000 എത്തി. 28,000 വരെ എത്തിയതായിരുന്നു, 23,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് പോകെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ക്രൈസിസിൽ ചെറിയൊരു ഇടിവ് വരും. അപ്പം നമ്മൾ ഡിസ്കൗണ്ടിൽ കുറേ ഷെയർസ് കിട്ടും, അത് നമ്മൾ വാങ്ങി വയ്ക്കുക, പിന്നെയും ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മുടെ സമ്പാദ്യം ഇരട്ടിയാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. നമ്മൾ ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക, ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക, അതിനുശേഷം വലിയ തുകകളിലേക്ക് പോകാം. നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ശീലം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു 1000 രൂപ എടുത്തു, ഒരു കുറ്റിയിലിട്ട് വെച്ചു 10 വർഷം മുമ്പ്. 10 വർഷത്തിന് ശേഷം അത് തുറന്നു നോക്കി അതേ 1000 അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ 1000-ന് 10 വർഷം മുമ്പ് ഒരു സ്വർണത്തിന്റെ ഒരു അംശമെങ്കിലും വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് 4 ഇരട്ടിയോ 5 ഇരട്ടിയായി വളർന്നിട്ടുണ്ടാവും. കാരണം വില അങ്ങനെ അത്ര ഇരട്ടിയായി മാറിയല്ലോ, അതേപോലെ മാറും. അതേപോലെ സ്ഥലങ്ങൾക്കാണേലും ഒരു 2 സെന്റ് മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഒരു 10 ഇരട്ടിയായിട്ട് അത് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ചെറിയ ഷെയറുകൾ വാങ്ങി വെക്കാം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തും ശീലിക്കേണ്ടതാണ്. സേവിങ്സ് പോലെ തന്നെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ടി വെക്കുന്നു. ആ ക്യാഷ് റെഡി ആകുമ്പോൾ നമ്മൾ ആ കാര്യം നടത്തുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ലൈഫിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് ഇപ്പോൾ ഒന്നും വിഡ്രോ ചെയ്യാതെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ചെയ്യുക, നമ്മുടെ ഇതിൽ തന്നെ, നമ്മുടെ കൺട്രോളിലാണ് അതുണ്ടാകുക. അത് എപ്പോഴും ഓരോ നിമിഷവും നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അത് എപ്പോഴും അത് കാണാം. 1 രൂപ കൂടിയെങ്കിൽ 1 രൂപ കൂടി, 1 രൂപ കുറഞ്ഞെങ്കിൽ 1 രൂപ കുറഞ്ഞു. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു നല്ലൊരു പീക്ക് ലെവലിൽ എത്തിയെങ്കിൽ നമുക്കത് വിറ്റ് മാറാം. കാരണം ഇനിയൊരു ഇടിവ് വരുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിലേക്ക് വീണ്ടും കയറാം. ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും അതിൽ നിന്ന് കയറുന്നു. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഗ്രോ ആകുമ്പോൾ നമുക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ ഓരോ ടൈമിലും പീക്ക് ലെവലിലെത്തുമ്പോൾ വിറ്റ് അവിടെ നിന്ന് താഴെ വന്ന് അത് ഒരു ക്രൈസിസ് നേരിടുമ്പോൾ നമ്മൾ കുറച്ച് വാങ്ങി അവിടെ മുകളിലെത്തുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ നിഫ്റ്റി 50-ലെ ആ 50 സ്റ്റോക്കുകൾ, ആ 50 സ്റ്റോക്കിൽ നല്ലാതെ അല്ലാത്ത വേറൊരു സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. സെലക്ട് ചെയ്യാം, പക്ഷേ അത് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകൾ. അതിൽ നമ്മളെപ്പോഴും അതിലാവുമ്പോൾ വലിയ ഫണ്ടമെന്റൽ അനലൈസിസ് നടത്തേണ്ട ആവശ്യമില്ല. ടെക്നിക്കലും അങ്ങനെ ചെയ്തില്ലേലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോഴും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം നല്ല ഗ്രോത്ത് ഉള്ള 50 എണ്ണത്തിനെയാണ് നിഫ്റ്റി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരണം. അതായത് ഹോസ്പിറ്റൽ മേഖലയിൽ കുറച്ച്, സ്റ്റീൽ മേഖലയിൽ കുറച്ച്, ഓട്ടോമൊബൈൽസിൽ കുറച്ച്,
അങ്ങനെ അങ്ങനെ ഫിനാൻസിൽ കുറച്ച്, ബാങ്ക് മേഖല വേറെ, അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കണം. വൈവിധ്യവൽക്കരണമാണ് നമ്മുടെ ചില നേരത്ത് ചില സെക്ടറുകൾ ഗ്രോ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം സ്റ്റീൽ മേഖല നല്ല ഗ്രോയിലായിരിക്കും, IT മേഖല വളരെ താഴെയായിരിക്കും. ചിലപ്പോൾ IT മേഖല നല്ല ഗ്രോയിലായിരിക്കും, സ്റ്റീൽ മേഖല താഴെയായിരിക്കും. അപ്പോൾ പല ടൈമിൽ പല രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പല രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് FD ഇട്ടാൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 8% ആയിരിക്കും. ഇതിൽ നിന്നും ചിലപ്പോൾ ഒരു 30%, 40% ചിലപ്പോൾ കിട്ടിയേക്കാം. നല്ല ഗ്രോ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ 40-50% കിട്ടും. ചില നേരത്ത് ഇത് സെയിം ബാങ്ക് FDയുടെ ഒരു 10%, 12% കിട്ടും. എന്തായാലും ഇത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യും. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാത്തത് നമ്മുടെ FD ആണ്. 8% ഉള്ളൂ, ഇൻഫ്ലേഷൻ 9%, 10% ഉള്ളൂ. നമുക്ക് കിട്ടുന്നത് 8% അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ 10%, 12% വരെ നമുക്ക് കിട്ടും. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇനിയും വീഡിയോകൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.